കോട്ടൂർ സെന്റ് തോമസ് ചർച്ചിനോട് ചേർന്നുള്ള കരിങ്കൽക്കെട്ട് കനത്ത മഴയിൽ തകർന്നു. കോട്ടൂർ ആവണക്കോൾ റോഡിനോട് ചേർന്ന ഭാഗമായതിനാൽ വൻ അപകടം ഒഴിവായി. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഇന്നലെ വൈകിട്ട് പെയ്ത ശക്തമായ മഴയിൽ മലയോര മേഖലയിൽ നാശനഷ്ടങ്ങൾ നിരവധിയാണ്. ശ്രീകണ്ഠപുരം കോട്ടൂർ സെന്റ് തോമസ് ചർച്ചിന്റെ പാരിഷ് ഹാളിന്റെ മതിൽ ഇടിഞ്ഞ് വീണു. റോഡിനോട് ചേർന്ന ഭാഗമായതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത്. കരിങ്കല്ലിൽ വർഷങ്ങൾക്ക് മുമ്പേ പണിത മതിൽക്കെട്ടാണ് ഇടിഞ്ഞത്. കോട്ടൂർ ആവണക്കോൾ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡിനോട് ചേർന്നാണ് ഈ കരിങ്കൽക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്നലത്തെ ശക്തമായ കാറ്റിലും മഴയിലും രാത്രി 7 മണിയോടെയാണ് മതിൽക്കെട്ട് ഇടിഞ്ഞത്. മതിലിൻ്റെ ബാക്കി ഭാഗവും അപകടഭീതിയിലാണ്. നിരവധി ആളുകളും വാഹനങ്ങളും കടന്നു പോകുന്ന ഈ റോഡിൽ ആളൊഴിഞ്ഞ സമയമായതിനാലാണ് അപകടം ഒഴിവായത്. കോട്ടൂർ ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു എങ്കിലും പള്ളി അധികാരികളും നാട്ടുകാരും ഇടപെട്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. കനത്ത കാറ്റിനെയും മഴയെയും തുടർന്ന് ഇന്നലെ വൈകുന്നേരമാണ് ആ മതിൽ ഇടിഞ്ഞു വീണത്. ഇന്നലെ വൈകുന്നേരം ഒരു 7 മണിയോടുകൂടിയാണ് ആ മതിൽ ഇടിഞ്ഞു വീണത്. ഇത് ബലപ്പെടുത്തിയിട്ട് അധികം കാലമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ആവണക്കോൽ മേഖലയിലേക്ക്, കോട്ടൂർ ആവണക്കോൽ മേഖലയിലേക്കുള്ള ഒരു മെയിൻ ഗതാഗതമാണ്. അത് ഇന്നലെ വൈകുന്നേരം അത് തടസ്സപ്പെട്ടു. അതിനുശേഷം ഇന്നലെ ഇവിടെ നാട്ടുകാരും അതുപോലെ തന്നെ ദേവാലയ പ്രതിനിധികളും ഒക്കെ ചേർന്ന് ആ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഇനിയും ബാക്കി കാര്യങ്ങൾ ഇനിയും അത് കുറച്ചുകൂടെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ ഇത്തരത്തിൽ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മതിലിൻ്റെ മറ്റൊരു ഭാഗവും കൂടി ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഒരു നടുഭാഗം ആണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥയുടെ ഈ ഒരു പ്രതികൂല അവസ്ഥ ഇതിൻ്റെ ഈ മറ്റ് ചുറ്റുമതിലുകളുടെ ഏരിയകൾക്കൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടാകുന്നുള്ള ഭയപ്പാടിലാണ് എല്ലാവരും. അതുപോലെ ഈ റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ ഒന്ന് ക്രമപ്പെടുത്തി മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്നതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന കരിങ്കൽ ഭിത്തിയും അപകടഭീതി ആവുകയാണ്.